നമുക്ക് അടുത്ത പാഠഭാഗം നോക്കിയാലോ. എ ഗേൾ അറ്റ് ദ വിൻഡോ. എ ഗേൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, എ ഗേൾ ഒരു പെൺകുട്ടി. അറ്റ് ദ വിൻഡോ എന്ന് പറഞ്ഞാൽ ജനലിൻ്റെ അവിടെ ഒരു പെൺകുട്ടി. നമുക്ക് ഈ പിക്ചർ ഒന്ന് നോക്കിയാലോ. ഈ പിക്ചറിൽ നമ്മളെ നേരത്തെ പാഠം പോലെ ഒരു ക്ലാസ് റൂമാണ് കാണാനുള്ളത്. ഇനി നമുക്ക് പാഠഭാഗത്തിലേക്ക് പോവാം. എ ഗേൾ അറ്റ് ദ വിൻഡോ. നവീൻ ലുക്ക്ഡ് അറ്റ് ദ വിൻഡോ ആൻഡ് സോ എ ഗേൾ. നവീൻ ജനലിൻ്റെ അവിടേക്ക് നോക്കി ഒരു പെൺകുട്ടിയെ കണ്ടു. സോ എന്ന് പറഞ്ഞാൽ സി എന്നുള്ളതിൻ്റെ പാസ്റ്റ് ടെൻസ് ആണ്. സി എന്ന് പറഞ്ഞാൽ കാണുക, സോ എന്ന് പറഞ്ഞാൽ കണ്ടു. സോ എ ഗേൾ. ഐ ഹാവ് സീൻ ഹെർ സംവെയർ. ഐ ഹാവ് സീൻ ഹെർ സംവെയർ എന്ന് പറഞ്ഞാൽ ഞാൻ ആ കുട്ടിയെ എവിടെയോ കണ്ടിട്ടുണ്ട്. ഹീ സെഡ്. ഹീ സെഡ് എന്ന് പറഞ്ഞാൽ ആരാ പറഞ്ഞത്? നവീനാണ് പറഞ്ഞത്. ദ ഗേൾ വാസ് ലുക്കിംഗ് അറ്റ് ദം ക്യൂരിയസ്ലി. ആ പെൺകുട്ടി അവരെ ഈ ക്ലാസ് റൂമിലേക്ക് വളരെ ക്യൂരിയസ് ആയിട്ട് നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഹെർ മെസ്സി ഹെയർ വാസ് സ്വിങ്ങിങ് ഇൻ ദ വിൻഡ്. അവളുടെ മെസ്സി ഹെയർ, മെസ്സി എന്ന് പറഞ്ഞാൽ നമ്മളെ കളിക്കുന്ന മെസ്സി അല്ല, മെസ്സി ഹെയർ എന്ന് പറഞ്ഞാൽ അലങ്കോലമായ മുടി വെച്ചിട്ടാണ് അവൾ ആ ക്ലാസ് റൂമിലേക്ക് നോക്കിക്കൊണ്ടിരുന്നത്. ഹെർ മെസ്സി ഹെയർ വാസ് സ്വിങ്ങിങ് ഇൻ ദ വിൻഡ്. കാറ്റത്ത് അവളുടെ മെസ്സി ഹെയർ ഇങ്ങനെ പാറിക്കളിക്കുകയായിരുന്നു. ഷീ ലുക്ക്ഡ് വെരി ടയേർഡ്. അവളെ കാണാൻ വളരെ ക്ഷീണിതയായിട്ടുണ്ട്. സാഷ വെൻ ടു ദ വിൻഡോ. സാഷ ജനലിൻ്റെ അടുത്തേക്ക് ചെന്നു. ഷീ ഓഫേർഡ് ആൻ ഉണ്ണിയപ്പം ടു ദ ഗേൾ. അവൾ ആ പെൺകുട്ടിക്ക്, സാഷ ആ പെൺകുട്ടിക്ക് ഒരു ഉണ്ണിയപ്പം കൊടുത്തു. ബട്ട് ദ ഗേൾ റാൻ അവേ വിത്തൗട്ട് ടേക്കിംഗ് ഇറ്റ്. പക്ഷെ ആ പെൺകുട്ടി അതൊന്നും എടുക്കാണ്ട് ഓടിപ്പോയി. സാഷാസ് ഐസ് ഫോളോഡ് ദ ഗേൾ. സാഷയുടെ കണ്ണുകൾ ആ പെൺകുട്ടിക്ക് പിന്നാലെ പോയി. ബട്ട് ദ ഗേൾ ഡിസപ്പിയേർഡ് ബിഹൈൻഡ് ദ ബുഷസ്. പക്ഷെ ആ പെൺകുട്ടി ആ ബുഷസ് എന്ന് പറഞ്ഞാൽ ചെടികളുടെ, കുറ്റിച്ചെടികളുടെ ബാക്കിൽ അപ്രത്യക്ഷമായി. ഡിസപ്പിയേർഡ് അപ്രത്യക്ഷമായി. വേർ ഡസ് ഷീ ലീവ്. അവൾ എവിടെയാണ് താമസിക്കുന്നത്? സാഷ ആസ്ക്ഡ് നവീൻ. സാഷ നവീനോട് ചോദിച്ചു. ഹു വാസ് എൻജോയിങ് എ ബിഗ് ബൈറ്റ് ഓഫ് ഉണ്ണിയപ്പം. ആ സമയത്ത് നവീൻ്റെ വായിൽ ഒരു വലിയ കഷ്ണം ഉണ്ണിയപ്പമായിരുന്നു. ഐ ഡോണ്ട് നോ. എനിക്കറിയില്ല. ഹീ സെറ്റ്. ആരാ പറഞ്ഞത്? നവീൻ പറഞ്ഞു. പുവർ ഗേൾ, ഹെർ ക്ലോത്ത്സ് ആർ ടോൺ. പാവം കുട്ടി, അവളുടെ ഡ്രസ്സൊക്കെ, അവളുടെ തുണിയൊക്കെ കീറിയിരിക്കുന്നു. സാഷ സെറ്റ്. സാഷ പറഞ്ഞു. ഇനി നമുക്ക് അതിൻ്റെ ഒരു ആക്ടിവിറ്റി നോക്കാം. ആക്ടിവിറ്റി നമ്പർ 4, പേജ് നമ്പർ 22. സാഷ ഓഫേർഡ് ആൻ ഉണ്ണിയപ്പം ടു ദ ഗേൾ, ബട്ട് ദ ഗേൾ റാൻ അവേ വിത്തൗട്ട് ആക്സെപ്റ്റിംഗ് ഇറ്റ്. വാട്ട് വുഡ് ബി സാഷാസ് ഫീലിങ്സ്? സാഷ ഓഫേർഡ് ആൻ ഉണ്ണിയപ്പം ടു ദ ഗേൾ. സാഷ ഒരു ഉണ്ണിയപ്പം എടുത്ത് ആ പെൺകുട്ടിക്ക് നീട്ടി. ബട്ട് ദ ഗേൾ റാൻ അവേ. പക്ഷെ ആ പെൺകുട്ടി ഓടിപ്പോയി. വിത്തൗട്ട് ആക്സെപ്റ്റിംഗ് ഇറ്റ്, അത് സ്വീകരിക്കാതെ. വാട്ട് കുഡ് ബി സാഷാസ് ഫീലിംഗ്? സാഷയ്ക്ക് എന്തായിരിക്കും ആ സമയത്ത് തോന്നിയിട്ടുണ്ടാവുക? നമുക്ക് സാഷ എന്തൊക്കെയായിരിക്കും ആ പെൺകുട്ടി അവളുടെ ഉണ്ണിയപ്പം മേടിക്കാണ്ട് പോയപ്പോൾ ചിന്തിച്ചെന്നുള്ളത് നോക്കാം. നമ്മൾ ആദ്യം ഒരാളെ കാണുമ്പോൾ എന്താവും നമ്മൾ ആലോചിക്കുക? ഹൂ ഈസ് ഷീ? ആരായിരിക്കും ആ പെൺകുട്ടി? അടുത്തത്, ഹെർ ക്ലോത്ത്സ് ആർ ടോൺ. അവളുടെ ഡ്രസ്സുകളെല്ലാം കീറിയതാണെന്നുള്ളത് നമുക്ക് പാഠഭാഗത്തിൽ നിന്നും മനസ്സിലായി. ഐ ആം ഷുവർ ഷീ ഈസ് എ പുവർ ഗേൾ. അവളുടെ മുടിയും അവളുടെ മെസ്സി ഹെയറും അതുപോലെ അവളുടെ ടോൺഡ് ഡ്രസ്സൊക്കെ കണ്ടപ്പോൾ ഇവർക്ക് മനസ്സിലായി, സാഷയ്ക്ക് മനസ്സിലായി അതൊരു പാവപ്പെട്ട കുട്ടിയാണെന്ന്. വേർ ഈസ് ഹെർ ഹോം? അവളുടെ വീട് എവിടെയായിരിക്കും? ഐ വിൽ ടെൽ മൈ ടീച്ചർ. ഞാൻ എൻ്റെ ടീച്ചറോട് പോയി പറയും. ഐ വിൽ ഹെൽപ്പ് ഹെർ. അതിനുശേഷം ഞാൻ അവളെ എന്തായാലും സഹായിക്കും.